പണം സത്യമുള്ളതാ. അത് വെച്ച് കളിച്ച ആരായാലും അനുഭവിക്കും. രക്തയാണല്ലേ ആ കടിച്ചത്. രോമകൂപങ്ങളിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ടെന്നാ കേട്ടത്. ഇത് പറഞ്ഞാൽ ഈശ്വരൻ നേരുള്ളവനാണ്. ജീവിക്കുന്നതാരും വലിയ സംശയം. സ്നേഹവാനായ യേശുനാഥ, കൈക്കരുത്ത് കാട്ടി നേർച്ചയുമായി ഓടിമറഞ്ഞ് അപകടം പറ്റിയ ആ അങ്കിളിന് സൗഖ്യം കൊടുക്കണേ, സൗഖ്യം കൊടുക്കണേ. ഏഞ്ചൽ മോളെ, ഏഞ്ചൽ, ഏഞ്ചൽ, മോളെ ഏഞ്ചൽ. ഞാൻ കണ്ടു, ശരിക്കും കണ്ടു. കുരിശു വരച്ച് പ്രത്യക്ഷനായ ആ യോദ്ധാവ് ആരെന്നറിയാമോ? ജീസസിന്റെ പേരുള്ള പുണ്യാളനില്ലേ, ഈ വർഗീയ സഹദ. ഓ ജീസസ്, ആ വിശുദ്ധനാ. എന്തൊരു തേജസ്സാ ആ മുഖത്തിന്. ആ വിശുദ്ധനെ ദൈവവേലയ്ക്കായി യേശുനാഥൻ ആദ്യം പറഞ്ഞയച്ച ആ ഗ്രാമമില്ലേ, സഹദായുടെ പാദം പതിഞ്ഞ പുണ്യഭൂമിയായ സെലീന ഗ്രാമം, ആ കഥകൾ ഉറങ്ങുന്ന ഗ്രാമത്തിലേക്ക്, ആ കഥകളിലേക്ക് വിശുദ്ധൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ സൈന്യത്തിൽ പുതുതായി ചേർന്ന പയ്യനെ നിങ്ങൾ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. പേര് ഗീവർഗീസ്. അല്ല, ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ എപ്പോഴും കരുതി വെക്കേണ്ടത് എന്താ? ആയുധം, വാളും പരിചയം പോലുള്ള ആയുധം. ഏതു നിമിഷവും ശത്രുവിനെ വെട്ടി വീഴ്ത്താൻ. അല്ലാതെ എന്നാൽ ആ പയ്യൻ ഇതൊന്നും അല്ല കൊണ്ടു നടക്കുന്നത്. വേദച്ചുരുളാണ്, വേദച്ചുരുൾ. അതെങ്ങനെയെന്ന് തനിക്ക് തിരിച്ചു വയ്ക്കാൻ മേലായിരുന്നോ? ചോദിച്ചു, അപ്പം തന്നെ ചോദിച്ചു. അന്നേരം കൈ മുറുകെ പിടിച്ചിരുന്ന വേദച്ചുരുള് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് ഇതിൽ യേശുനാഥൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വാളുണ്ട്, അതെടുത്ത് പോരാടാൻ. ഒരു ദിവസം അവൻ എന്നോടും ചോദിച്ചു, ദൈവഹിതം ആരാഞ്ഞിട്ടാണോ ശത്രുവിന് നേരെ കരം ഉയർത്തുന്നതെന്ന്. രക്തം കിരിയാതെ ശത്രുവിനെ വെട്ടി വീഴ്ത്തുന്ന വിദ്യ അറിയാവുന്ന എന്നോടും ചോദിച്ചു. ഞാൻ ആ പുസ്തകം അരിച്ചു നോക്കിയിട്ടു ഒരായുധം പോലും കാണില്ല. അന്നേരം ചിരിച്ചോണ്ട് ആ പയ്യൻ പറയുക, ഇരുതല്ലം മൂർച്ചയുള്ള വാളാണ് വചനം. ആ വാള് ശത്രുവിന്റെ ഹൃദയത്തെ സ്പർശിക്കുമാർ പ്രഘോഷിച്ചാൽ ആ മാത്രമേ തന്നെ സ്നേഹിതനാക്കി കീഴടക്കാൻ കഴിയൂ അത്രേ.
ദൈവം തമ്പുരാനെ നോക്കി നടക്കുക. നല്ലൊരു ചെറുപ്പക്കാരൻ കൂടാരത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനുള്ളതിന് അവൻ കേറ്റം കയറി മലമുകളിലേക്ക്. അയ്യോ പോയിക്കോട്ടെ. പിന്തിരിപ്പിക്കാൻ ചെന്നാലേ അവൻ നമ്മളെ മലയെ വിളിക്കും. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവവും കർത്താവും രാജാവുമായ സ്വർഗസ്ഥനായ എന്റെ പിതാവേ, ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട് നാശോന്മുഖമായ ആഗ്രഹങ്ങളെ വിട്ടെറിഞ്ഞ് അങ്ങ് ദാനമായി തന്ന ഈ ദിനത്തിൽ അവിടുത്തോട് ചേർന്ന് ആരാധിക്കുവാൻ ഈ സമയമൊരുക്കിത്തന്ന എന്റെ ദൈവത്തിന് നന്ദി, നന്ദി. യേശുനാഥ നന്ദി. ഗീവർഗീസേ, ഉണരൂ, ഉണർന്നെഴുന്നേൽക്കൂ. നിന്റെ പ്രാർത്ഥനയിലും പ്രതി നീ സഹിക്കുന്ന പരിഹാസങ്ങളിലും ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമിതാ ആഗതമായിരിക്കുന്നു. നീ ഉടൻ തന്നെ സെലീന എന്ന ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ വചനം പ്രഘോഷിച്ച് ആ ജനതയെ മാനസാന്തരപ്പെടുത്തി പരസ്പര സ്നേഹം വളർത്തി എളിമപ്പെടാൻ പഠിപ്പിക്കുക. എന്റെ ജനമേ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കും. ദുരാശകളും ജഡികമോഹങ്ങളും ഉപേക്ഷിച്ച് സ്വയം പരിത്യജിച്ച് യേശുവിന്റെ തൃക്കരങ്ങളിൽ നിന്ന് കുരിശുകൾ ഏറ്റുവാങ്ങി അവയെ ആശ്ലേഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവന്റെ മുന്നിൽ സ്വർഗരാജ്യത്തിന്റെ കവാടം തുറക്കപ്പെടും. സകല പാപങ്ങളിൽ നിന്നും ദൈവം അവനെ കാത്തുകൊള്ളും. ആ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിച്ച് അനുതാപത്തോട് പ്രാർത്ഥിക്കാം. ക്ഷമയ്ക്ക് കീഴടങ്ങുകയാണ് ക്രിസ്തീയതയുടെ മഹത്വം. നമ്മെ മുറിവേൽപ്പിക്കുന്ന ശത്രുവിനെ മിത്രമാക്കാനുള്ളൊരു പ്രതിരോധ ആയുധമാണിത്. മറിച്ച് വൈരാഗ്യ ചിന്ത പൈശാചികമാണ്, ക്ഷമ ദൈവികവും. കാരണം ദൈവം ക്ഷമയുടെ ഉറവിടമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവവരപ്രസാദവും നിത്യരക്ഷയും കൈവരിക്കാൻ കഴിയും. ഹേ സൈന്യാധിപ, നിർത്ത്. രാജസേനയിലെ അംഗമാണെന്ന് കരുതി എന്തും വിളിച്ചു കൂവിയാൽ ഞങ്ങൾക്ക് തടയേണ്ടി വരും. നാട് വഴിക്ക് ചുങ്കം കൊടുത്ത് ആ തിരുമനസിന്റെ അറിവോട് നടന്ന കച്ചവടമാണിത്. അടിമക്കവാടത്തിന്റെ മുമ്പിൽ നിന്ന് വാചക കസർത്ത് കാട്ടി കച്ചവടം മുടക്കാതെ കുതിരയെ മഴിച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. എന്റെ സഹോദരന്മാരെ, പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുക.
ഇനിയും ഈ വാക്കുകൾ അവഗണിച്ചാൽ സത്യമായും ദൈവകോപത്തിനിരയായി ഈ നാട് നശിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉദ്ധാനം ചെയ്ത് ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാം. കവലകൾ തോറും തമ്പേർ മുഴക്കി വിളിച്ചു പറഞ്ഞത് നീ പറഞ്ഞ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനല്ല, മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന ഡയോക്ലിഷ്യൻ ചക്രവർത്തി ആരാധിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ നിന്റെ വാക്കുകൾ ശരിക്കും രാജനിന്ദയാണ്. നമുക്കിത് അധികാരികളെ അറിയിക്കാം. അവരിവനെ തുറുങ്കിലടയ്ക്കട്ടെ.